ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ജീവിത വിജയങ്ങളിൽ എന്നും എൻ്റെ കൂട്ടായിരുന്ന എൻ്റെ സിസ്റ്ററിനെ കുറിച്ചാണ്. സോ ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ നഴ്സിങ്ങിന് പോയിട്ടുണ്ടായിരുന്ന എൻ്റെ സിസ്റ്ററും ഞാനും തമ്മിൽ ഇത്രയേറെ ബോണ്ട് എങ്ങനെയുണ്ടായി എന്ന് പറഞ്ഞു വരുമ്പോൾ പുള്ളിക്കാരിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയാം. കാരണം നഴ്സിങ്ങിന് പോയിട്ട് ഓരോ ദിവസം അവധിക്ക് വരുമ്പോൾ ഓരോ പ്രാവശ്യം അവധിക്ക് വരുമ്പോൾ പുള്ളിക്കാരി എനിക്ക് ഡ്രസ്സ് കൊണ്ട് തരുമായിരുന്നു. അതുപോലെ കോഴിക്കോടൻ അലുവയൊക്കെ കൊണ്ട് തരുമായിരുന്നു. പഠിക്കാൻ പോകുന്ന ആൾ അത്രയേറെ പൈസ സമ്പാദിച്ച് വെച്ചാൽ മാത്രമേ ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ട് തരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ. പിന്നീടുള്ളത്, ഞാൻ സ്കൂളിൽ പോയിട്ട് ഞാൻ 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ പുള്ളിക്കാരി നഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് നാട്ടിൽ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ എൻ്റെ കഥകളെല്ലാം കേട്ട് ആസ്വദിച്ചിരുന്ന ഒരേ ഒരു വ്യക്തി ആരായിരുന്നു? എൻ്റെ സിസ്റ്ററായിരുന്നു. സോ അപ്പോഴും എന്നോട് സ്നേഹമുള്ള വ്യക്തിയാണ് എൻ്റെ സിസ്റ്റർ എന്ന് എനിക്കറിയാം. പിന്നീട് 10th സ്റ്റാൻഡേർഡിൽ ഞാൻ വിജയിച്ചപ്പോൾ ആരും എനിക്കൊരു ഗിഫ്റ്റ് പോലും വാങ്ങിച്ച് തന്നില്ല എന്ന് ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ എനിക്കൊരു മൊബൈൽ ഗിഫ്റ്റായിട്ട് തന്ന വ്യക്തി എൻ്റെ സിസ്റ്ററായിരുന്നു. അന്നും വളരെ കുറച്ച് സാലറി ഉള്ള കുട്ടി എന്താ പറയുക, എനിക്ക് വേണ്ടി മൊബൈൽ വരെ ഗിഫ്റ്റായിട്ട് തന്നു. അതെനിക്ക് വളരെ സന്തോഷകരമായൊരു കാര്യമായിരുന്നു. അന്നത്തെ നോക്കിയ സെറ്റാണെന്ന് തോന്നുന്നു. പിന്നെയുള്ളത്, ഞാൻ +2 പഠിക്കുമ്പോൾ ഞാൻ +2 വിജയിച്ചപ്പോൾ അന്നും എന്നെ ആരും മൈൻഡ് ചെയ്തില്ല. ഞാൻ നല്ല മാർക്കോട് കൂടി തന്നെയായിരുന്നു വിജയിച്ചത്. അന്നും എനിക്ക് ആരും ഗിഫ്റ്റ് വാങ്ങി തന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ എനിക്കൊരു മാലയുടെ ചുട്ടി, സ്വർണ്ണമാലയുടെ ചുട്ടി, അതും എല്ലാവർക്കും ഇഷ്ടമാണ് അതെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത് പുള്ളിക്കാരിയായിരുന്നു. സോ അന്നും ഞാൻ അറിയാതെ പോയ ഒരു സ്നേഹം അവിടെ എല്ലാം അവശേഷിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇതൊക്കെ ഇപ്പോൾ ഓർത്ത് നോക്കുമ്പോഴാണ് ഇത്രയേറെ മനോഹരമായ നിമിഷങ്ങൾ, ഇത്രയേറെ സന്തോഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ പകർന്നു തന്നിട്ടുള്ള വ്യക്തിയാണ് മൈ സിസ്റ്റർ എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നുള്ളത് എന്താ പറയുക, 4 വർഷം ഞാൻ നഴ്സിങ്ങിന് പഠിക്കുമ്പോൾ പുള്ളിക്കാരി ഗൾഫിലായിരുന്നു. എന്താ പറയുക, ഈ കൊറോണ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ടൈമിലൊന്നും നാട്ടിലേക്ക് പുള്ളിക്കാരിക്ക് വരാൻ പറ്റിയില്ല. എങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ എന്നെ കോൾ വിളിച്ച് നമ്മളിലൊരാൾ മീൻസ് ഒരു ബന്ധവും മുറിഞ്ഞു പോകാതെ തന്നെ എൻ്റെ കഥകൾ എന്നും ഫോണിലൂടെ കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയും എൻ്റെ സിസ്റ്ററായിരുന്നു. പിന്നീട് ഞാൻ നഴ്സിങ്ങിന് ജയിച്ചു ജോബിന് പോയപ്പോൾ എൻ്റെ ഉയർച്ച താഴ്ചകളിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്ന വ്യക്തിയും സിസ്റ്ററായിരുന്നു. ഞാൻ നഴ്സിംഗ് തിരഞ്ഞെടുക്കാനുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ നഴ്സിംഗ് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത ആളും എൻ്റെ സിസ്റ്ററായിരുന്നു. ഞാൻ ഈ ഗൾഫിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ലിങ്ക് അയച്ചു തന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചിട്ടുള്ള ആളും എൻ്റെ